അപ്പോൾ എല്ലാ ചങ്കോച്ചാർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ 2-3 ആഴ്ച മുമ്പ് ഇത് നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായി, വണ്ടി ഓടിക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ആ വീഡിയോ കണ്ട് കുറേ പേര് ഇത് ചോദിച്ച് അതെങ്ങനെയാണ് സംഭവം, അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്നുവെച്ചാൽ അതെങ്ങനെ ഉണ്ടാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ സംഗതി വന്നിട്ട് ഞാൻ ഇപ്പോൾ വീടിൻ്റെ മേലെയാണ് സംഗതി എൻ്റെ റൂമിലിട്ട്. അപ്പോൾ നമുക്ക് അടിയിൽ പോയിട്ട് വേണം അത് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് പിന്നെ ആ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് എല്ലാവരും നന്ദിയുണ്ട്. ഇൻസ്റ്റാഗ്രാം ID ഇതേ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ കയറി ചെക്ക് ചെയ്താലും നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ എന്തായാലും നമുക്ക് ഇപ്പം അടുത്ത് ചെയ്യാൻ പറ്റില്ല, കാരണം ഇപ്പോൾ കുറേ കാര്യങ്ങൾക്ക് കൂടിയ സാഹചര്യം ഉള്ളതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ ഒപ്പിക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അത് കാരണം നമ്മളെന്തായാലും അടുത്ത് തന്നെ അതിൻ്റെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് അതിന് മേക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും അടി പോയിട്ട് നമുക്ക് ഇത് സെറ്റപ്പ് ഒന്ന് കാണാം. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി നമുക്ക് ഓൾ എന്നുള്ള ഓപ്ഷനാണ് എബിൾ ചെയ്തിടുക. എന്നിട്ട് ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്കെന്താ ഇതുവഴി കടന്ന് നമുക്ക് ഉള്ളിൽ പോയിട്ട് ഉള്ളിലത്തെ വിശേഷങ്ങൾ വേറെ ഉണ്ട്, അതൊക്കെ വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ മേലെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വിറക് പെര. സത്യം പറഞ്ഞാൽ കമ്പ്യൂട്ടർ റൂം ആക്കുന്ന സ്ഥലമായിരുന്നു ഇത്. ശരിക്കും കമ്പ്യൂട്ടർ റൂം ആക്കുന്ന സ്ഥലമായിരുന്നു. പിന്നെ പണ്ടോട്ട് തന്നെ വിറക് വെച്ച് വന്നപ്പോൾ അങ്ങനെ വിറക് മാറി. നമ്മുടെ ഇത് വെച്ചാൽ നല്ലൊരു സ്പേസ് ആണ് ഇത്. പക്ഷേ ഇവിടെ ഇതൊക്കെ മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എളുപ്പമല്ല. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ സെറ്റപ്പ് പോലെ ചെയ്തൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഇവിടെ കമ്പ്യൂട്ടർ വെച്ചിട്ട് സെറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനില്ല. അപ്പോൾ അത് തന്നെ നമുക്ക് തന്നെ ഇനി അടിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. കമ്പ്യൂട്ടർ ഉണ്ടല്ലേ, ലൈറ്റ് ഇട്ട് കാണിച്ചല്ലോ ഇതിൻ്റെ. വാതിലടക്കാം, അല്ലെങ്കിൽ സൗണ്ട് തന്നെയാണ് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് കണ്ടല്ലേ, ഇത് നമ്മുടെ റൂം സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട്. കമ്പ്യൂട്ടർ ഇത് മേടിച്ചിട്ട് ഇപ്പോൾ ഒന്നൊന്നര കൊല്ലം ആയിപ്പോൾ മേടിച്ചിട്ട്. 1.5 ഇല്ല, ഈ ഒരു മാസം ജൂണായി, മെയ്യിലങ്ങോട്ട് മേടിച്ചത്. ജൂണിലങ്ങോട്ട് മേടിച്ചത്. അപ്പം കമ്പ്യൂട്ടർ പഴയ കുറേ പണി ചെയ്തതിൻ്റെ ഒക്കെ സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ. പിന്നെന്തേ നമ്മുടെ സ്റ്റിയറിങ് ഞാനതായപ്പോൾ അഴിച്ചു വെച്ചിരിക്കുക. അതവിടെ ഒരു വർക്ക് ഉണ്ടായിരുന്നു കമ്പ്യൂട്ടറിൽ, അപ്പോൾ അത് തന്നെ അഴിച്ചു വെച്ച്. പിന്നെ വേറെ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഗിയർ നോബ് ജസ്റ്റ് ഇത് വന്നിട്ട് നമ്മുടെ ഗിയർ നോബാണ്. നമ്മുടെ ഇത് എന്താ പറയുക, ജസ്റ്റ് ഇതിനുവേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കമ്പ്യൂട്ടറൊക്കെ ഓണാക്കിയിട്ട് നോക്കാം. കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ട് ഇപ്പം കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ സെറ്റപ്പ്. ഇവിടെ ഊരെടുക്കൽ ഭയങ്കര പാടാട്ടോ, അതായത് ഊരെടുക്കാൻ പറ്റില്ല. ഇത് നമ്മൾ സെറ്റപ്പ് വന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈപ്പിൻ്റെ ഇതുപോലെ. ഇതിപ്പോൾ മറ്റേ എയർ പൈപ്പിൻ്റെ ഇതിൽ കൊടുത്തിരിക്കുന്നത്, വെറുതെ ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പോലെ. അപ്പോൾ അതേ നമ്മുടെ ബോക്സ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു മൗസ്. അച്ഛാ ഇത് ഫുള്ള് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇത് സ്റ്റിയറിങ്ങിൻ്റെ വർക്ക് ചെയ്ത് ഫുള്ള് മൗസ് മേലാണ്. എന്നുവെച്ചാൽ ആക്സിലേറ്റർ, ബ്രേക്ക്, പിന്നെ ഹോൺ. ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു അത് ഞാൻ ഊരെടുത്ത്. അപ്പോൾ ഇത് നമ്മുടെ മൗസുമ്മലാണ് സംഭവം ഫുൾ വർക്ക് ആവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗസിൻ്റെ 3 സ്വിച്ചസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആക്സിലേറ്റർ, ബ്രേക്കായിട്ടും നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് സ്വിച്ചും, പിന്നെ ഹോണായിട്ട് നമ്മുടെ മിഡിൽ സ്വിച്ചും. പിന്നെ വേണമെങ്കിൽ 2 സ്വിച്ചും കൂടി കൊടുക്കാം. പക്ഷേ പണ്ടത്തെ മൗസുകളൊന്നും പറ്റില്ല അങ്ങനത്തെ സ്വിച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോഴത്തെ മൗസുകളൊക്കെ പറ്റും, പണ്ടത്തെ മൗസുകളൊന്നും പറ്റില്ല 2 സ്വിച്ച് എക്സ്ട്രാ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് നമ്മുടെ സെറ്റപ്പ് വന്നിട്ട് മൗസ് അതിൻ്റെ ഉള്ളിലുണ്ട്, കാണിച്ചിട്ടാ. അത് നമ്മുടെ പെഡൽസ് ഉണ്ടാവും വന്നിട്ട്, ആക്സിലേറ്ററും ബ്രേക്കും വന്നിട്ട്. അത് നമ്മുടെ ഈ ആംഗ്രി വീടിനെ വരെ കളിക്കുന്ന എന്തൊരു സാധനമില്ലേ, അത് വെച്ചിട്ടൊക്കെ അത് പാടി നിൽക്കേണ്ടത്. അതിൻ്റെ ഇത് വെച്ചിട്ട് ചെയ്ത് സെറ്റ് ഇതിന്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണിച്ചില്ല, ഉള്ളിൽ പോയ പണിയാണ്. ഇത് കണ്ട മൗസ് ഇരിക്കണ്ട. അപ്പോൾ മൗസ് അങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ നോർമലി തിരിക്കുമ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ ഇത് സാധനങ്ങൾ തിരിക്കുമ്പോഴല്ല അവിടെ മൗസിനോട് അത് ഇതാണ്. മൗസ് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കണേ തുല്യ. മൗസ് ഇപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കണേ തുല്യമായിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ സെറ്റപ്പ്. അത് എല്ലാവരും ചോദിച്ചാൽ എൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് ഹാർഡ്വെയറിലാണോ അതോ ഇങ്ങനെയാണോ?
മൗസുമാണ്. ഹാർഡ്വെയറിൽ നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ സാധനങ്ങൾ കിട്ടാൻ കുറച്ച് പാടായില്ലേ. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് അത്ര തന്നെ. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ കാര്യങ്ങൾക്ക് ഓണക്കിയിട്ട് നമുക്ക് എന്തായാലും നോക്കാം. നല്ല മുട്ടൻ പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത്. പിന്നെ ഈ ബോക്സ് ഇല്ലേ, എന്നുവെച്ചാൽ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണെങ്കിൽ നമുക്ക് നമ്മുടെ സംഗതി ഇപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണെങ്കിലല്ലേ നമ്മുടെ നിതിൻ ബ്ലോഗർ എന്ന് പറഞ്ഞ പുള്ളിക്കാരുടെ ചാനലിൽ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഉണ്ട്. അതിൽ നമുക്ക് നമ്മളുടെ ഒരു മിനിമം സൈസിൽ ഇപ്പോൾ ഒരു ചെറിയ സ്ഥലത്ത് വെക്കാനുള്ള ഒരു സെറ്റപ്പിലാണെങ്കിൽ പോലും നമുക്ക് അതിൽ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അത് കാർബോർഡ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ പ്ലൈവുഡിൻ്റെ പീസസ് അങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പം കുറേ പേര് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ എന്തിനാ നമുക്ക് അവരുടെ ഒരു സെറ്റപ്പിനനുസരിച്ചുള്ള രീതിയിൽ ഉണ്ടാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു സ്പേസിൻ്റെ ഇതല്ല. ഇപ്പം ഞാൻ തന്നെ ഇത് ഫസ്റ്റ് ഉണ്ടാക്കിയത് ഇതുപോലെയല്ല. ഫസ്റ്റ് ആ ഒരു അടിയത്തെ ബോക്സ് ചേർത്തിട്ടായിരുന്നു ഫസ്റ്റ് വെച്ചിരുന്നത്. ഈ സ്റ്റിയറിങ്ങിൻ്റെ ഇതേ ആ സ്റ്റിയറിങ്ങിൻ്റെ ഫസ്റ്റ് ചേർത്തിട്ടായിരുന്നു വെച്ചിരുന്നത്. പിന്നീട് ഞാൻ ഇങ്ങനൊരു ഈ പൈപ്പിൻ്റെ പോലെ ഒരു സംഭവം കൊടുത്തിട്ട് അത് പിന്നെ ഇത് എൻ്റെ മേശയുടെ അതിന് ചേർത്ത് വെച്ചാൽ കറക്റ്റ് ആ ലെവലിൽ അടിക്കാക്കിട്ട് വെച്ചത്. പിന്നെ ഗെയിം വന്നിട്ട് ഏതാണെന്ന് കുറേ പേര് ചോദിച്ചു. ഗെയിം വന്നിട്ട് ETS2 ഇതേ കണ്ടല്ലേ, ETS2ൻ്റെ ഗെയിം വന്നിട്ട് ഇത് വേർഷൻ വന്നിട്ട് 1.30 അല്ല 30 അല്ല 1.31 1.30 ഉണ്ടായിരുന്നു മുമ്പ്. അത് ഞാൻ 3-4 ദിവസം മുമ്പ് കളഞ്ഞു. അപ്പോൾ അത് മോഡ് വെച്ചിട്ട് അപ്പോൾ ബസ് അപ്പോൾ എങ്ങനെ കയറ്റാന്ന് പറഞ്ഞു. അപ്പോൾ ബസ് വന്നിട്ട് നമ്മുടെ എന്താ പറയുക മോഡ് നമ്മുടെ കേരള ബസ് ഡിസൈൻസ് എന്ന് പറഞ്ഞ സൈറ്റിൽ മോഡ് ആ പുള്ളിക്കാരൻ്റെ മോഡൽസാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് തന്നെ ഗെയിം എടുത്ത് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നൊരു പണി കോഡ് എന്തോ ഒരു എക്സിക്യൂഷൻ വന്നിട്ട്. ഓക്കെ, നമുക്കത് ക്യാമറ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്കെന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇതൊന്നും നമ്മുടെ ആംപ്ലിഫയർ ആട്ടാ. നമ്മുടെ പാട്ടൊക്കെ വേണ്ടിയുള്ള സെറ്റപ്പിന് വേണ്ടി ചെയ്ത ആംപ്ലിഫയറാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഗിയർ നോബിൻ്റെതാണ് സിസ്റ്റം. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, അതിനെ ജോയ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് കുറച്ച് കാശൊക്കെ സെറ്റാക്കിയിട്ടൊക്കെ വേണം അതൊക്കെ സെറ്റാക്കാനായിട്ട്. അപ്പോൾ സ്റ്റീറിങ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഷേപ്പിന് കിട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ മുട്ട ഷേപ്പിലാണ് ഇത് ഉണ്ടാവുക സ്റ്റീറിങ്. അല്ല, ഇത് സ്റ്റീറിങ് അങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് സ്റ്റീറിങ് അങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന മറ്റേ കറുത്ത പൈപ്പില്ലേ, ആ പൈപ്പ് വെച്ചിട്ടാണ് സ്റ്റീറിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ടാ അത് പഴയത് കുറേ കാലത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വളയ്ക്കാൻ സുഖമായിരുന്നു, പെട്ടെന്ന് വളഞ്ഞും കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ അതിന് ചുറ്റും ടാപ്പ് കടിച്ച് ഇതുപോലെ ഒരു സ്പോക്ക് പോലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചെടുത്തുള്ളതാണ്. അപ്പോൾ അത് നമുക്കതിന് ബാക്കി ഇത് ഇവിടെ വെച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്കാനൊക്കെ സിമ്പിളാണ്. ഇത് എപ്പോഴാണ് ഇതെന്ന് വെച്ചാൽ വർക്കിംഗ് പീസിന്. അപ്പോൾ അത് കാരണം എപ്പോഴാണ് ഇത് ഊരണം. അപ്പോൾ തന്നെ ഊരാൻ പാകത്തിനായിട്ട് രീതി ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇറക്കി വെച്ചാൽ മതി, സിമ്പിളാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് മറ്റോണം അഴിച്ച് ഊരെടുക്കാൻ എളുപ്പമല്ല. അപ്പോൾ അത് നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കതിപ്പോൾ ഇത് ഫോണോട് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾക്ക് നോക്കാം. ഇത് നമ്മുടെ മൗസിൻ്റെ ഇതാട്ടോ, USB. നമ്മൾ നോർമലായിട്ട് മൗസ് കുത്തൂരേ അതുപോലെ തന്നെ ചെയ്താൽ മതി. വേറൊരു കാര്യം ചെയ്യേണ്ടില്ല. അമ്മ നോർമലായിട്ട് മൗസ് കുത്തണ പോലെ തന്നെ ചെയ്യാം. അതെ, മൗസ് അങ്ങോട്ട് നിങ്ങൾ കാണാം കണ്ടാ, മൗസിനെ ഇങ്ങനെ കണ്ടാ ശരിങ്ങിരിക്കുമ്പോൾ കണ്ടാ. അപ്പോൾ ആ ഒരു പരിപാടി നടക്കും. നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ മൗസ് അങ്ങോട്ട് നീക്കൂലേ, ഇതേ അവിടെല്ല നോർമലായിട്ട് അങ്ങോട്ട് മൗസ് നീക്കുമ്പോൾ ഒരു ഇത് തന്നെയാണ്. അതുകൊണ്ട് അത്ര വലിയ കാര്യങ്ങളൊന്നും ഇല്ല ശരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഫോണോട് സൈഡിൽ വെക്കിട്ടാ. അപ്പോൾ ഇതിന് നമ്മുടെ ഗെയിമിൻ്റെ ഇത് വന്നിട്ട് ETS2 1.31 എന്ന് പറഞ്ഞ വേർഷൻ. അപ്പോൾ ഇതിനാണ് ഞാൻ കളിക്കുന്നത്. ഇപ്പം മുമ്പ് കളിച്ചിട്ട് 1.30 എന്ന് പറഞ്ഞ വേർഷനായിരുന്നു. പക്ഷെ വല്ലാണ്ട് പഴയതായപ്പോൾ നമ്മൾ അത് കളഞ്ഞിട്ട് 1.31 വേർഷൻ കയറ്റി. അപ്പോൾ ഇതൊക്കെ സംഗതി ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറുതായിട്ട് പ്രശ്നം ഒക്കെ ഉള്ള PC ആണ്. 4GB RAM ഉള്ളൂ, ഗ്രാഫിക്സ് കാണുന്നില്ല. പിന്നെ ആശ്വാസം ഇന്റലിൻ്റെ പ്രൊസസ്സറാണ് പിന്നെ ആശ്വാസം. അപ്പോൾ ഗെയിം എടുത്തിട്ടുണ്ട്, ലോഡാൻ കുറച്ച് ടൈം എടുക്കും. സംഗതി സ്റ്റീറിങ് കാണാൻ കുറച്ച് പണിയാണ്. നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഞാൻ പറഞ്ഞില്ല കുറേ പ്രശ്നങ്ങളും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പരിമിതിയോട് ഉള്ളിൽ നിന്നിട്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കാം. അതിൻ്റെ സ്റ്റീറിങ് കാണാം. പെഡൽസൊക്കെ നമ്മുടെ അടിയാണ്. അപ്പോൾ അത് അതിൻ്റെ കാണിക്കാൻ കുറച്ച് മെനക്കേടാണ്.
ഞാൻ കാണിച്ചു നോക്കാം. പിന്നെ നമ്മുടെ ഹോണിൻ്റെ ഇത് പത്തിരിക്കുന്നുണ്ട്. അത് ഒരു സാധനം കൊടുത്തിരുന്നു ഞാൻ, അതുപോലെ കാണാനില്ല. ഹോണിൻ്റെ ഒരു സ്വിച്ച് പോലെ കൊടുത്തിരുന്നു, ഒരു ലിവർ പോലെ. ഇത് ഹോണ്ട വന്നിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മറ്റേ DVD ഒക്കെ ഇല്ലേ, പണ്ടത്തെ DVD ഒക്കെ അത് മറ്റേ CD പ്ലേറ്റ് പുറത്തേക്ക് വരുമ്പോൾ ഒരു സ്വിച്ച് വർക്ക് ചെയ്യുന്ന സാധനം ഉണ്ട്. മറ്റേ എന്താ പറയുന്നത്, എന്തോ പറയുന്നത്. നമ്മുടെ ഗെയിമിൻ്റെ ഓണായിട്ടുണ്ട്, ഗെയിം ഓണായി. അപ്പോൾ ആ CD പ്ലേറ്റിൻ്റെ ആ ഒരു സംഭവമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന നേരത്തെ എങ്ങനെയായിരിക്കും വീഡിയോ ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിൻ്റെ ഇന്റർഫേസ് വന്നിട്ട്. അപ്പോൾ കുറേ പേർക്കൊന്നും അറിയൂല ഇത് എന്താ സംഭവം. ഇങ്ങനെ ഫോണിൽ കളിക്കാൻ പറ്റുന്നവർക്ക് കുറേ പേര് ചോദിച്ചു. അങ്ങനെ ഈ ഗെയിം ഫോണിൽ കളിക്കാൻ പറ്റില്ല. ഈ ഗെയിം നമുക്ക് ഫോണിൽ സൗണ്ട് ഒക്കെ കേട്ടോ. നമുക്കപ്പോൾ ഈ ഗെയിം വന്നിട്ട് ഫോണിൽ കളിക്കാൻ പറ്റില്ല. നമുക്ക് ഇത് എന്താ പറയുക, പിന്നെ ഫോണിൽ കളിക്കാൻ പറ്റുക. പിന്നെ നമ്മുടെ പ്രോ ടംബർ സിമിറ്ററില്ലേ, അതിൽ മൗസ് വെച്ച് കളിക്കാനുള്ള ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടവർ. പക്ഷെ അത് വർക്കിംഗ് ആണെന്ന് അറിയില്ല. നമ്മുടെ പ്രോ ടംബർ സിമിറ്റർ എന്ന് പറയുന്ന ഗെയിമിന് ആ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ വർക്കിംഗ് ആണെന്ന് അറിയാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാനിതൊരു ടെസ്റ്റ് ചെയ്തില്ല, കാരണം എൻ്റെ ടെസ്റ്റ് എനിക്ക് പറ്റിയില്ല. അപ്പോൾ അത് നമുക്കതിന് നോക്കണി ഫുള്ള് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗെയിം എടുത്തിട്ട് ഞാൻ MEDI മാപ്പ് എടുക്കില്ല, പണിയാപ്പോൾ മാപ്പ് കുറച്ച് പണിയാണ്. ജാവ ഭാരത് നല്ല മാപ്പ്. സംഗതി ഹോണിൻ്റെ മറ്റേ കുന്നാണല്ലേ, ഞാൻ കാണിച്ചിട്ടാ. കണ്ട, ഇത് നമ്മുടെ ഹോണിൻ്റെ സാധനം വന്നിട്ട് അത് ഇതുപോലെ ഇപ്പോൾ കൊടുത്തിരുന്നൊക്കെയാണ്. അതൊക്കെ കാണണ്ടായി. ഇന്നലെ രാത്രി കൊണ്ട് എന്തോ ഒരു പരിപാടി ഇട്ട് അത് ഊരെടുക്കേണ്ടി വന്നു. അപ്പോൾ ഫോൺ എടുക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡ്സ് കാര്യങ്ങൾ ഇതൊക്കെ വന്നിട്ട്. ഇത് കുറേ മോഡ്സ് കയറ്റിണ്ടായത് പണ്ടൊക്കെ കുറേ മോഡ്സ് ഉണ്ടായത് എൻ്റെ കയ്യിൽ. ഞങ്ങൾക്ക് കുറേ കളഞ്ഞിരുന്നു, കാരണം പീസ് നല്ല രീതിയിൽ ആഗടിച്ച്. അപ്പോൾ അതിന് കുറേയൊക്കെ കളഞ്ഞ് ഇതായി. അപ്പോൾ ഇതിന് മോഡ്സ് നമ്മുടെ കേരള ബെസ്റ്റ് ഡിസൈൻസ് വന്നിട്ട് നമ്മുടെ കേരള ബെസ്റ്റ് ഡിസൈൻസ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ അവിടെ കയറി നോക്കിയാൽ മതി. ഇത് കേരള ബെസ്റ്റ് ഡിസൈൻസിൻ്റെ ഇത് യൂട്യൂബ് ചാനലിൻ്റെ ഇത് ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. അവിടെ കയറി നോക്കിയാൽ ആ ചാനലിൽ കാണാം. കുറേ പേർക്കൊക്കെ അറിയാം സംഭവം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് മാപ്പ് എടുത്തിട്ട് നോക്കാം. പിന്നെ നമുക്കൊക്കെ ഇതിൻ്റെ പ്രശ്നം വന്നിട്ട് കൺട്രോളിംഗ് ആണ്. ഇത് കൺട്രോൾ ചെയ്യുമ്പോൾ അത്ര വലിയൊരു ഇതില്ലെങ്കിലും ആക്ഷൻ കണ്ട ഇവിടെ വരെ തിരിയുമ്പോൾ ഇത് ഗെയിമിൽ ഫുള്ളായിട്ട് തിരിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ വരെ തിരിഞ്ഞാൽ മതി. നമുക്ക് പിന്നെ ഒരു ചെറിയൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചെയ്തൊരു സെറ്റപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അങ്ങനെ ഇവിടെ വര കൊണ്ടിട്ടാ സ്ക്രീനിൽ ഒരു വര അങ്ങനെ വരും കാണുന്നത്. പീസിന് ഇനി എന്ത് കോലാവുന്നുള്ളത് ദൈവത്തിന് അറിയാം. സംഗതി നമ്മളിവിടെ സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. 2 ദിവസം മുമ്പ് അങ്ങോട്ട് അഴിച്ച് ഒരു ചെറിയ പണി കിട്ടിയിട്ട്. അപ്പോൾ ഇതിന് നമ്മുടെ മോഡ് വന്നിട്ട് മറ്റേ കേരള ബസ് ഡിസൈൻസിൻ്റെ മറ്റേ ഇതിന് ടൈഗർ കോച്ചെന്ന് പറഞ്ഞാൽ ടൈഗർ തന്നെ. അതിൻ്റെ മോഡ് ഞാൻ യൂസ് ചെയ്ത് ഇപ്പോൾ കുറച്ച് കളിക്കണല്ലോ. അപ്പോൾ അത് ഡ്രൈവ് അത് ഇപ്പം കുറേ പേർക്ക് സെറ്റിങ്സ് ഒന്നും അറിയില്ല. ഇപ്പം ഇങ്ങനെ മൗസ് വെച്ചിട്ടാണെങ്കിൽ സെറ്റിങ്സ് ഒന്നും അറിയില്ല ചെയ്യേണ്ടതില്ലാന്ന് വെച്ചാൽ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാണിച്ചിട്ടോ മറ്റേ ത്രോട്ടിൽ എന്ന് പറഞ്ഞിടത്ത് ആക്സിലേറ്ററിൻ്റെ ഇതായിട്ട് കൊടുത്തില്ലേ, അത് ആക്കാം. ഇത് ബ്രേക്ക് നമ്മുടെ ബ്രേക്കിൻ്റെ ഇതായിട്ട് കൊടുത്തത് സ്വിച്ച്. പിന്നെ നമ്മുടെ മിഡിൽ സ്വിച്ച് അടിയില്ലേ, മിഡിൽ സ്വിച്ച് ബട്ടൺ എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ഹോണിൻ്റെ ഇത് കാണിച്ചെടുത്താ ഇവിടെ അവിടേക്ക് ഇപ്പോൾ ഹോണ്ട ആയതുകൊണ്ടാ. അപ്പോൾ അതൊന്ന് ഇപ്പോൾ കാണിച്ചിടാം. അപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റീരിങ്ങിൻ്റെ സെറ്റിങ്സ് വന്നിട്ട് അത് നമ്മുടെ സ്വിച്ചിൻ്റെ സ്റ്റീരിങ്ങിൻ്റെ സെറ്റിങ്സ് വന്നിട്ട് നമ്മൾ കീബോർഡ് പ്ലസ് മൗസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ആക്കാം. അതിൽ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കാം. പിന്നെ നമ്മുടെ സ്റ്റീറിങ് സെൻസിറ്റിവിറ്റി ഇല്ലേ, അത് ലേശം കൂട്ടിയിട്ടിട്ട് തരി ലേശം കൂട്ടിയിടുക. എന്നിട്ട് നമ്മുടെ സ്റ്റീറിങ്ങിൻ്റെ നോൺ ലൈനറ്റില്ലേ അത് കുറച്ചിടുക. അത് തീരെ കുറച്ചിട്ടോ, കാരണം അത് അങ്ങനെ എന്നാലേ ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ അത് സെറ്റാക്കി പാക്ക് അടിക്കാം. ഞാൻ പിന്നെ ഗ്രാഫിക്സിൽ ഓയിലിട്ടിരിക്കുന്നത് അതിന് പിന്നെ ചെറിയ പ്രശ്നം, കാരണം എൻ്റെ പീസ് ഭയങ്കര പാവം പീസിയാണ്. അപ്പോൾ അത് തന്നെ. അപ്പോൾ സംഗതി ഒരു ഓടിച്ചു നോക്കാം. സംഗതി ഗെയിം പ്ലേസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇടണമെന്നുണ്ട്, പക്ഷേ PC പണിയായതുകൊണ്ട് ഇടുന്നില്ല. സംഗതി നമ്മൾ മാക്സിമം ഇതിൻ്റെ PC ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഇതിൽ കിട്ടിയാൽ നമുക്ക് ഗെയിമൊന്നുമില്ല ഇത് കണ്ടല്ല, സ്ക്രീനിൽ നോക്കിയാൽ കാണാം ഇത് കറക്റ്റ് ഇതാവും തിരിയുന്നത്. അപ്പോൾ ഇതിന് നമ്മുടെ കടാ
ഓ ഇവിടെ വരെ തിരിയുമ്പോ തന്നെ സാധനം ഇവിടെ വരെ കിട്ടിയതിന് മുമ്പ് ഇവിടെയാണ് കിട്ടുന്നത്. മുമ്പ് അവിടെ അരി കിട്ടിയെന്നുള്ളൂ. അപ്പൊ സ്റ്റീരിംഗ് ടോപ്പാ. അപ്പൊ ചേട്ടാ നമുക്ക് എന്തായാലും ഇതിപ്പോ ഓടിച്ച് പോവാം. സൗണ്ട് ഒന്നും ഉണക്കിട്ടെ. സൗണ്ട് വരാത്ത സൗണ്ട് കേട്ടോ ഇതിന്റെ. ഓ ഞാനൊരു രണ്ടാമതൊരു കീബോർഡും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വയറും കാര്യങ്ങളൊക്കെ ഇപ്പുറത്തൊക്കെ ആയിട്ട് വെക്കണം. ഓണായിട്ട് സൗണ്ട് ടാറ്റയുടെ സൗണ്ട് ടാറ്റയുടെ സംഗതി സ്ക്രീൻ അപ്പുറത്ത് വരുമ്പോ ഒരു പിടിയില്ല കേട്ടാ. കാരണം മുമ്പ് ഇതുപോലെ റെക്കോർഡ് ചെയ്ത് പണി കിട്ടിയത്. അതെ സൗണ്ട് ഒന്ന് കുറച്ചിട്ട സൗണ്ട് തീരെ വേണ്ട. കാരണം നമുക്ക് ടാറ്റയുടെ റോറിങ് നമുക്ക് ഇങ്ങനെ സ്റ്റീറിങ് പിടിക്കാൻ നല്ല ഫീൽ തന്നെയാണ്. അത് ഞാൻ ആ വീഡിയോയിൽ ഒരു വീഡിയോ ചെയ്ത് സംഗതി ശരി തന്നെയാണ്. കുറെ പിള്ളേർക്കൊന്നും അറിയാല. അപ്പൊ സംഗതി നമുക്ക് വണ്ടി നിർത്തി നോക്കാം. അപ്പുറത്തുനിന്ന് ഏതൊരു വണ്ടി ചടി സത്യോ നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ പക്ഷെ ഗിയറില്ലാത്തൊരു സെറ്റപ്പിൽ വണ്ടി ഓടിക്കുന്നില്ല. മാക്സിമം നമ്മൾ മറ്റേ ഓട്ടോ ഗിയറുകൾ എന്തായിരിക്കും ഓട്ടോമാറ്റിക് ഗിയർ ചെറിയ ഗിയർ അതൊന്നും ഇത് കാല് വെച്ചെടുക്കില്ല വേണ്ടോ. നമ്മള് കാല് വെച്ചെടുക്കുമ്പോ ഭൂന്ന് പറഞ്ഞു വെറുതെ താമസിക്കുമായിട്ടിരിക്കില്ല. സംഗതിയാണല്ല. പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് സെറ്റപ്പ് വന്നിട്ട് PC എന്ത് പോലെ കുറച്ചൊന്നും അറിയാം. PC സൗണ്ട് കിട്ടുമെന്നുള്ള അറിയില്ല കേട്ടാ. പ്രശ്നമുണ്ട്. നോക്കാം എന്തായാലും നോക്കാം. നമ്മളൊരു മൈക്ക് ചെയ്യും. മൈക്ക് നമ്മൾ മൈക്ക് ഒരെണ്ണം ഇരിക്കേണ്ട ഇവിടെ. പക്ഷെ അത് വെച്ച് നമ്മുടെ റിയൽമി ഫോണിലൊന്നും വർക്കിംഗ് ആവില്ല. ഓപ്പൺ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന വെച്ചാൽ ബാക്ക് ക്യാമറക്ക് അവർ ക്ലാരിറ്റി ഉണ്ടാവും. ഫ്രണ്ട് ക്യാമറക്ക് തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ അതിനൊന്ന് ഇത് ഓപ്പൺ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാത്ത സംഗതി. നമ്മളിപ്പോ എന്താ പറയാ ഒരു പാട്ടൊക്കെ 90s പാട്ടൊക്കെ വെച്ചിട്ട് ഒരു അലക്കങ്ങൾ അലക്കാണ്ടില്ല. സൂപ്പർ അയക്കത് അങ്ങനെ വെറുതെ പറഞ്ഞല്ലേ. ഞാനിപ്പോ ആ വീഡിയോക്ക് അകത്തൊരു പാട്ട് വെച്ചിട്ടുണ്ട്. മറ്റേ വിളക്ക് വയ്ക്കും വേണ്ടി ദിവസം സംഗീതം വന്നിട്ട്. അപ്പൊ ആ ഒരു പാട്ട് വെച്ചിട്ട് ഒരു ഹോണടി ഇതല്ല വേറൊരു ഹോണായിരുന്നു. അപ്പൊ ആ ഹോണടി കാര്യങ്ങളൊക്കെ ആയിപ്പോയി ഭയങ്കര വിറ്റ് നല്ല രസമായിരുന്നത് സംഗതി. സൗണ്ട് കുറച്ചിട്ട് കാരണം നമ്മുടെ സ്പീക്കറിൽ മറ്റവിടുത്തെ സൗണ്ട് കേൾക്കുന്നത് അറിയില്ല. അവിടെ അപ്പൊ ഇത് വന്നിട്ട് കാർഡ്ബോർഡ് കേട്ടോ. ഞാൻ ഫുള്ള് സെറ്റപ്പ് ഉണ്ടാക്കിയ കാർഡ്ബോർഡ് ഉണ്ട്. പക്ഷേ ആ ബോക്സ് ഒക്കെ ഉണ്ടാക്കിയ കാർഡ്ബോർഡ് പ്ലൈവുഡ് പീസ് വെച്ചിട്ടല്ല. പിന്നെ എനിക്ക് അവിടെ ഇത് ഉണ്ടാക്കാൻ ചെലവ് കുറെ പേര് എത്ര രൂപയായി ചോദിച്ചു ഇത് ഉണ്ടാക്കാൻ ഇൻസ്റ്റയിൽ. അപ്പൊ എത്ര രൂപയെന്ന് വെച്ചാൽ എനിക്ക് അവിടെ ചിലവ് 100 രൂപ അല്ലെങ്കിൽ 80 രൂപ. കാരണം ഫ്ലെക്സിക്ക് പശയും പിന്നെ 2 ടാപ്പ് മേടിക്കാൻ കാശ് മാത്രമേ ചിലവായിട്ടുള്ളൂ. 100 രൂപ 80 രൂപ. ഇത് നമ്മുടെ സെറ്റപ്പ് സംഗതി. വീഡിയോ കൊള്ളത്തില്ല നിങ്ങൾ അറിയാം. നിങ്ങളത് കുറെ പേര് ചോദിച്ചാൽ അത് കാരണം പെട്ടെന്ന് ചാടിക്കാൻ ചെയ്യുന്ന വീഡിയോ ആണ്. പിന്നെ അതല്ല എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഇത് മേക്കിംഗ് വീഡിയോ ആയിട്ട് ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരും ഒരു ദിവസം. അപ്പോൾ മേക്കിംഗ് വീഡിയോ എന്തായാലും ചെയ്യണം. കാരണം ഫസ്റ്റ് മേക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ മൗസ് കിട്ടാൻ തന്നെ മാറ്റിച്ചത്. മൗസ് ഒന്നും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അത് പോയി. എൻ്റെ കയ്യിലിരിപ്പ് കാരണം അത് പോയി. അപ്പോൾ സംഗതി ഇപ്പോൾ സ്ട്രെയിറ്റ് റോഡാട്ടോ. അല്ലെങ്കിൽ അതിനെ വളച്ച് കാണിച്ചാൽ പറ്റില്ല. അടാ ഇത് നിങ്ങളെ കാണിച്ചിട്ടാ. ഞാൻ ശരിക്കും ഇങ്ങനെ ഒന്ന് ഓടിക്കാൻ നിങ്ങളെ കാണിച്ചാൽ വേണ്ടിയിരുന്നു. അതാ ഇടിച്ചു സംഗതി. ഗാങ്സ്റ്ററിന്റെ ഹോണാണ് യൂസ് ചെയ്തത്. അത് ഗാങ്സ്റ്ററിന്റെ ഹോൺ. ഓക്കെ. അപ്പോൾ സംഗതി വന്നിട്ട് നമ്മുടെ PC ഓഫാക്കി ഒക്കെ അതേ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്ത് സംഗതി ഇപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സംഗതി വന്നിട്ട് നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കുറേ ഫസ്റ്റ് ടൈം ഉണ്ടാവുന്ന പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ PC ഞാനിപ്പോൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കി. അപ്പോൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. എഡിറ്റ് ചെയ്യുന്ന നേരത്തിന് എന്താവും എന്നുള്ള ദൈവത്തിനറിയാം. നമുക്ക് എന്തായാലും ഈ ഒക്കെ സെറ്റ് ചെയ്ത് ഓഫാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലേ നമ്മുടെ സെറ്റപ്പ്.
തേക്കാൻ വെച്ചിട്ടാ തേക്കണ്ടല്ലോ നമ്മുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞ എക്സ്ട്രാ കീബോർഡ് നമ്മുടെ DVD ഇത് കണ്ട ആ DVD ഇതിന് സ്വിച്ച് പോലെ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ഇത് കാണാനില്ല. അപ്പം ഇത് നമ്മുടെ ഫുള്ള് സെറ്റപ്പ് വന്നിട്ട് ഓക്കെ. അപ്പോൾ നമ്മളപ്പോൾ ഇത് വീടിൻ്റെ മേലെ എത്തിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്തതിന് ശേഷം ഇത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംശയം ഉണ്ടാവും. പിന്നെ ചെറുതായിട്ട് വീഡിയോ മനസ്സിലായിട്ടുണ്ടാവില്ല അറിയാം. അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്തതിന് ശേഷം ഇത് അഭിപ്രായം കാര്യങ്ങളൊക്കെ തൊട്ട് കമൻറ്റ് ബോക്സിലിടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി അമക്കി ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. ഇത് ചങ്കുവച്ചന്മാരുടെ ചാനലായ വണ്ടിപ്രാന്തൻ, ഇത് ഓൺ റോഡ് കേരള യാത്രക്കാരൻ, ഈ 3 ചാനൽസ് പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി ചെയ്യുക. നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ കയറി ചെക്ക് ചെയ്താൽ നമ്മുടെ അവിടെ ചാനലിൻ്റെ ലിങ്ക് കാണാം. അപ്പോൾ